പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് മാസ്റ്റർ ക്ലാസ്സിൻ്റെ 16-ാമത്തെ ഭാഗത്തിലാണ്. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായും PSC പരീക്ഷകളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു മാസ്റ്റർ ക്ലാസ്സിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റിട്ടുകൾ. വളരെ പ്രധാനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. റിട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ആ റിട്ടുകളിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഒരു ക്ലാസ് കൊണ്ടുവന്നിട്ടുള്ളത്. മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഒരു വ്യക്തിക്ക്, ഒരു രാജ്യം, ഒരു രാഷ്ട്രം നൽകുന്ന അവകാശങ്ങളാണ്. ഈ രാജ്യത്ത് വസിക്കുവാൻ, ഈ രാജ്യത്ത് നിലനിൽക്കുവാൻ അവന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന കുറച്ച് അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങളുടെ ലംഘനം നടന്നാൽ അതിൽ ആരിടപെടും? ഒന്നുകിൽ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെടും. മൗലിക അവകാശങ്ങളുടെ ലംഘനം നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിനും സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടുകൾ എന്ന്. റിട്ട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങൾ ഒരു വ്യക്തിക്കുണ്ട്, ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലംഘനം നടന്നാൽ, മൗലിക അവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവിടുകയാണ് നമ്മൾ റിട്ട് എന്ന് പറയുക. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഇത് പലതും പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തതാണ്. നമുക്കറിയാം, മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നും കടമെടുത്തതാണ്. ക്ഷേമരാഷ്ട്രം എന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. മൗലിക അവകാശങ്ങളും നമ്മൾ കടമെടുത്തതാണ്. അതേപോലെയാണ് റിട്ടുകളും. ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. പൗരത്വവും ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. ക്ലിയർ ആണ്? എല്ലാം വ്യക്തമായി മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. റിട്ടുകൾ ഇംഗ്ലീഷ് നിയമത്തിൽ നിന്നും നമ്മൾ കടമെടുത്തതാണ് എന്ന സ്റ്റേറ്റ്മെന്റ് കൂടി പഠിക്കുന്നു. ഓക്കെ. റിട്ട് പുറപ്പെടുവിക്കാൻ ചെറിയ കോടതികൾക്ക് അതിനുള്ള അധികാരം ഇല്ല. റിട്ട് പുറപ്പെടുവിക്കണമെങ്കിൽ ഒന്നുകിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി. സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിക്കോ മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളൂ. മൗലിക അവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ ഇംഗ്ലീഷ് നിയമത്തിൽ നിന്ന് കടമെടുത്തതാണ്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഉള്ളൂ, മറ്റു കോടതികൾക്കില്ല. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. 1950 മുമ്പ് വരെ മദ്രാസ്, കൽക്കട്ട, ബോംബെ ആദ്യത്തെ ഹൈക്കോടതികളാണ് ഇതെല്ലാം. അവർക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. 1950 മുമ്പ് വരെ മദ്രാസ്, ബോംബെ, കൽക്കട്ട ഹൈക്കോടതികൾക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണം, സുപ്രീം കോടതിക്ക് മൗലിക അവകാശങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയൂ. സുപ്രീം കോടതിക്ക് മൗലിക അവകാശങ്ങൾ നടപ്പിലാകണം എന്ന് വിചാരിച്ചിട്ട് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയൂ. എന്നാൽ ഹൈക്കോടതിക്ക് അങ്ങനെയല്ല. മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റേതെങ്കിലും കാര്യത്തിനു വേണ്ടി വേണമെങ്കിലും ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം. അപ്പം റിട്ടുകളുടെ കാര്യത്തിൽ
ഹൈക്കോടതികളെ അപേക്ഷിച്ച് സുപ്രീം കോടതിയുടെ അധികാരം പരിമിതമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. റിട്ടുകളുടെ കാര്യത്തിൽ ഹൈക്കോടതിക്ക് കുറച്ചുകൂടി അധികാരമുണ്ട്. സുപ്രീം കോടതിയുടെ കാര്യത്തിൽ മൗലികാവകാശങ്ങളുടെ ലംഘനങ്ങൾ നടന്നാൽ അതിൻ്റെ സംരക്ഷണത്തിന് മാത്രമേ സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയൂ. എന്നാൽ ഹൈക്കോടതിക്ക് അതല്ലാത്ത വിഷയങ്ങളിലും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ റിട്ടുകളുടെ കാര്യത്തിൽ കുറച്ച് അധികാരം കൂടുതൽ ഹൈക്കോടതിക്കാണ് എന്ന് പറയേണ്ടി വരും. നോക്കൂ, ഹൈക്കോടതിയിൽ നിന്നും ഒരു വ്യക്തിക്ക് നീതി ലഭിക്കും. അതുകൊണ്ട് സുപ്രീം കോടതി പറയുന്നു നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്ന്. എന്താ പറഞ്ഞത്? ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടും. അതുകൊണ്ട് പരാതിക്കാരൻ ആദ്യമേ സുപ്രീം കോടതി പോണ്ട, ആദ്യം ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ മറ്റൊരു പ്രത്യേകത, റിട്ടുകളെ സംബന്ധിച്ച പ്രത്യേകത, ഇന്ത്യയുടെ എല്ലാ അതിർത്തിക്കകത്തുള്ള എല്ലാ പ്രദേശത്തും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയും. സുപ്രീം കോടതിക്ക് ഇന്ത്യൻ അതിർത്തിയുടെ ഉള്ളിൽ എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റും? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. എന്നാൽ ഹൈക്കോടതിക്ക് അങ്ങനെയല്ല. ഹൈക്കോടതിക്ക് ഒരു ഹൈക്കോടതിയുടെ പരിധിയുണ്ട്. ആ ഹൈക്കോടതി ഒരു സംസ്ഥാനത്താണെങ്കിൽ ആ സംസ്ഥാന പരിധിക്കുള്ളിൽ മാത്രമേ ആ റിട്ടിന് സാധുതയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ ക്ലിയർ ആണോ? അപ്പം ഹൈക്കോടതിയിൽ നിന്നും നമുക്ക് നീതി ലഭിക്കും. അതുകൊണ്ട് പരാതിക്കാരൻ ആദ്യം ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് നല്ലത്, ഉചിതമെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് ഒരു രാജ്യത്തിന്റെ പ്രദേശത്തുടനീളം റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. എന്നാൽ ഹൈക്കോടതിക്ക് ആ പ്രദേശത്തിന്റെ അധികാര പരിധിയിൽ മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയൂ. ആർട്ടിക്കിൾ 32 എന്താണ്, ആർട്ടിക്കിൾ 226 എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള ഹൈക്കോടതിയുടെ അധികാര പരിധിയാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് സുപ്രീം കോടതി പരിഗണനയിൽ എടുക്കണം. അത് നിരസിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരമുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് ഹൈക്കോടതിയെ സമീപിച്ചാൽ അത് നിരസിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. നിരസിക്കണമെന്നില്ല, നിരസിക്കാനുള്ള അധികാരമുണ്ട്. അപ്പം ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് നിരസിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരമുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതിക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് നിരസിക്കാൻ കഴിയും. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോവാണ്. ഹേബിയസ് കോർപ്പസ് എന്നൊക്കെ പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. ഇതെല്ലാം ലാറ്റിൻ പദങ്ങളാണ്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ പദങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം 5. ഇത് പഠിക്കണം, അത് PSC ചോദിക്കും. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം. 5 എണ്ണമുണ്ട്. അത് ഏതെല്ലാമാണ്? 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 പ്രൊഹിബിഷൻ, 4 സെർഷ്യോററി, 5 കോവാറന്റോ. 5 റിട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകൾ. 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 പ്രൊഹിബിഷൻ, 4 സെർഷ്യോററി, 5 കോവാറന്റോ. ഇത്രയുമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകൾ. നിയമവിരുദ്ധമായോ നീതിക്ക് നിരക്കാത്ത നിലയിലോ തടവിൽ വെച്ചിരിക്കുകയാണ് ഒരാളെ. അങ്ങനെ ആരെങ്കിലും തടവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്വതന്ത്രനാക്കി കോടതിയുടെ മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ്, ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തമായി പഠിക്കണം. ഒരു ലാറ്റിൻ വേർഡാണ് ഹേബിയസ് കോർപ്പസ്. ഇങ്ങനെയുള്ള 5 റിട്ടുകളാണുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ നിയമവിരുദ്ധമായോ നീതിക്ക് നിരക്കാത്ത നിലയിലോ ആരെയെങ്കിലും തടവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സ്വതന്ത്രമാക്കി കോടതിയുടെ മുന്നിൽ ഹാജരാക്കുക.
എന്നതിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുക. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ, ഇപ്പം നിങ്ങൾ ഒരാളെ അറിയാം, അയാളെ നീതിരഹിതമായി തടവിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കോടതി ഒരു റിട്ട് പുറപ്പെടുവിക്കുകയാണ്, അയാളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുക, അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി കോടതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഇത്. ഈ ഹേബിയസ് കോർപ്പസിനെ കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് 1215 മാഗ്ന കാർട്ടയിലാണ്. ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ശരീരം ഹാജരാക്കുക, ആ വ്യക്തിയുടെ ശരീരം കോടതി മുമ്പാകെ ഹാജരാക്കുക. ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നതാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കൂ. അന്യായമായി തടവിൽ വെക്കപ്പെട്ട ഒരു വ്യക്തിയെ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ കോടതി ഈ റിട്ട് പുറപ്പെടുവിക്കും. അതിനുശേഷം തടവിൽ വെച്ചതിൻ്റെ കാരണം കോടതി നിയമപരമായി പരിശോധിക്കും. എന്തിനാണ് തടവിൽ വെച്ചതെന്ന് കോടതി അത് പരിശോധിക്കും. തടവ് നിയമവിരുദ്ധമാണ് എന്ന് തോന്നുന്ന പക്ഷം കോടതിക്ക് തടവിലാക്കിയ വ്യക്തിയെ മോചിപ്പിക്കാം. ആരെയാണോ തടവിലാക്കപ്പെട്ടത് ആ വ്യക്തി നിയമവിരുദ്ധമായി ആണ് അയാൾ തടവിലാക്കപ്പെട്ടത് എങ്കിൽ കോടതിക്ക് അത് ബോധ്യപ്പെട്ടാൽ നിയമപരമായി കോടതി അത് പരിശോധിക്കും. എന്നിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ ആ വ്യക്തിയെ കോടതിക്ക് വെറുതെ വിടാം. അപ്പോൾ ഈ ഉത്തരവ് സ്വകാര്യ വ്യക്തികൾക്കെതിരെയും അതുപോലെ അധികാരികൾക്കെതിരെയും ഒക്കെ ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാം. സ്വകാര്യ വ്യക്തികൾക്കെതിരെയും പുറപ്പെടുവിക്കാം, അധികാരികൾക്കെതിരെയും ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. ഇനി ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റാത്ത കുറേ സന്ദർഭങ്ങളുണ്ട്. ഹേബിയസ് കോർപ്പസ് പറ്റത്തില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ഈ പറയുന്ന കോടതികൾക്ക് പുറപ്പെടുവിക്കാൻ കഴിയാത്ത ഒന്നാമത്തെ സാഹചര്യം തടവ് നിയമാനുസൃതമാണ് നടത്തിയിട്ടുള്ളത്. കോടതി അലക്ഷ്യത്തിനാണ് ഈ ഒരു നടപടി. കോടതി ഉത്തരവ് മൂലമുള്ള തടവാണ്, കോടതി ഇടപെട്ടുകൊണ്ടുള്ള തടവാണ് അവിടെ. അപ്പോൾ ഹേബിയസ് കോർപ്പസ് പറ്റൂല. ഇനി തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിലും ഹേബിയസ് കോർപ്പസ് പറ്റൂല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ട് ഇങ്ങനെ ചോദിക്കും. അതുകൊണ്ട് വ്യക്തമായി ഒരു കാര്യത്തെ മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ തടവ് നിയമപരമായിട്ടാണെങ്കിൽ ഹേബിയസ് കോർപ്പസ് പറ്റില്ല. നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ കോടതി അലക്ഷ്യങ്ങൾക്കുള്ള നിയമ നടപടിയാണെങ്കിൽ പറ്റൂല. കോടതി ഉത്തരവ് മൂലമുള്ള തടവാണ് അവിടെ നടന്നിട്ടുള്ളത്, പറ്റൂല. തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിലും ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. രണ്ടാമത്തത് മാൻഡമസ്. മാൻഡമസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 5 എണ്ണം ഉണ്ട്. 5 റിട്ടുകളും ലാറ്റിൻ വാക്കാണ്. നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം. നേരത്തെ ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മാൻഡമസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നാണ്. ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരാൾ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ പദവിയിലുള്ള ആ ഒരു ജോലി നിർവഹിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം മറ്റൊരു വ്യക്തിയുടെ മൗലിക അവകാശത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും കോടതി. ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട നിയമപരമായ കർത്തവ്യം അദ്ദേഹം ചെയ്യുന്നില്ല, അത് മറ്റൊരു വ്യക്തിയുടെ മൗലിക അവകാശത്തെ ലംഘിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാൻഡമസ് പുറപ്പെടുവിക്കും കോടതി. ഇനി എന്താണ് ഈ മാൻഡമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി അയാൾ കൃത്യമായി അയാളുടെ ജോലി നിർവഹിച്ചിരിക്കണം. നിയുക്തമായ ചുമതല നിർവഹിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുസ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, കീഴ്ക്കോടതികൾ, ട്രൈബ്യൂണൽ എന്നിവർക്കെതിരെ വേണമെങ്കിലും ആവശ്യമാണെങ്കിൽ സർക്കാരിനെതിരെ പോലും ഈ റിട്ട്. സർക്കാരിനൊരു ജോലിയുണ്ട്. നമ്മളൊരു
ഒരു സർക്കാരിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ സർക്കാരിന് ജനങ്ങളോട് ഒരു എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവർ കുറേ കർത്തവ്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് പോലും സർക്കാരിന് എതിരെ പോലും മാൻഡമസ് പുറപ്പെടുവിക്കാൻ കഴിയും കോടതിക്ക്. ഓക്കെ, അപ്പോൾ പൊതുസ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, ട്രൈബ്യൂണലുകൾ, കീഴ്ക്കോടതികളിലൊക്കെയാണ് ഈ സാധാരണ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇനി മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, സ്വകാര്യ വ്യക്തികൾക്കെതിരെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഔദ്യോഗികമായ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ജോലി ചെയ്യുന്നില്ലെങ്കിൽ, അത് മറ്റൊരാളുടെ മൗലികാവകാശത്തെ ലംഘിക്കുന്നുണ്ടെങ്കിൽ മാൻഡമസ് പുറപ്പെടുവിക്കാം. സ്വകാര്യ വ്യക്തികൾക്കെതിരെയോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയോ ഒന്നും ഇത് പുറപ്പെടുവിക്കാൻ കഴിയില്ല. അതുപോലെ ഇന്ത്യൻ രാഷ്ട്രപതിക്കോ സംസ്ഥാന ഗവർണർക്കോ എതിരെ ഇത് പറ്റൂല. ഓക്കെ, സേവന കാലാവധി അവസാനിച്ചിട്ടില്ലാത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാൻ കഴിയില്ല. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പറ്റൂല, സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ പറ്റൂല. ഇന്ത്യൻ രാഷ്ട്രപതിക്കോ അല്ലെങ്കിൽ ഗവർണർമാർക്കോ എതിരെ മാൻഡമസ് പറ്റൂല. മാൻഡമസിന് ലിമിറ്റേഷൻ ഉണ്ട്. സേവന കാലാവധി അവസാനിച്ചിട്ടില്ലാത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കെതിരെ പറ്റൂല. ഏതെങ്കിലും കരാറിൽ നിന്നുണ്ടാകുന്ന ബാധ്യത നടപ്പാക്കാൻ സർക്കാരിനെതിരെ മാൻഡമസ്, ഏതെങ്കിലും കരാറിൽ നിന്നുണ്ടാകുന്ന ബാധ്യത നടപ്പിലാക്കാൻ സർക്കാരിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റൂല. നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കാൻ ഒരു സ്ഥാപനത്തെ നിർബന്ധിക്കുന്നതിന് മാൻഡമസ് പുറപ്പെടുവിക്കാൻ കഴിയില്ല. അപ്പം മാൻഡമസ് പുറപ്പെടുവിക്കാൻ കഴിയാത്തത് സ്വകാര്യ വ്യക്തികൾക്കെതിരെ, സ്ഥാപനങ്ങൾക്കെതിരെ മാൻഡമസ് പറ്റൂല. രാഷ്ട്രപതിക്കും ഗവർണർക്കും എതിരെ പറ്റൂല. സേവനത്തിലിരിക്കുന്ന, സേവന കാലാവധി ഇതുവരെ അവസാനിച്ചിട്ടില്ലാത്ത ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ പറ്റൂല. ഏതെങ്കിലും ഒരു കരാറിൽ നിന്നുണ്ടാകുന്ന ബാധ്യത അത് നടപ്പിലാക്കാൻ സർക്കാരിനെതിരെ പറ്റൂല. ഒരു കരാറിലുണ്ട്, ആ കരാറിൽ ഒരു കുറച്ച് ബാധ്യത ഉണ്ടായി, അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഇനി നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കാൻ ഒരു സ്ഥാപനത്തെ നിർബന്ധിതമാക്കുന്നതിന് മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. മാൻഡമസ് എന്ന് പറയുന്നത് പുറപ്പെടുവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മൾ പഠിച്ചു. പ്രൊഹിബിഷൻ ആണ് മൂന്നാമത്തെ റിട്ട്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ്, അല്ലെങ്കിൽ ടു ഫോർബിഡ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഈ ഉത്തരവ് സാധാരണഗതിയിൽ പുറപ്പെടുവിക്കുന്നത് ഒരു ഉയർന്ന നീതിപീഠമായിരിക്കും. ഉയർന്ന നീതിപീഠം എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ആണ് പ്രൊഹിബിഷൻ പുറപ്പെടുവിക്കുന്നത്. ഈ നീതിപീഠം താഴെയുള്ള നീതിപീഠങ്ങളോട്, കോടതിയോട് അതിൻ്റെ അധികാരം, താഴത്തെ ജില്ലാ കോടതികൾ, മറ്റു കോടതികൾ, അപ്പം ആ കോടതികൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ, ആ ഒരു പരിധി ലംഘിക്കരുത്. അവർക്ക് കൈകാര്യം ചെയ്യേണ്ട കേസുകളുണ്ട്, അത് മാത്രം കൈകാര്യം ചെയ്താൽ മതി. അതാണ് തടയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നീതിപീഠം താഴെത്തട്ടിലുള്ള കോടതിയോട് അതിൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്ത് വരുന്ന കേസുകൾ പരിഗണിക്കേണ്ട എന്നാണ് പ്രൊഹിബിഷൻ പറയുന്നത്. പ്രൊഹിബിഷൻ എന്ന് പറയാം, പ്രൊഹിബിറ്റ് ചെയ്യുക, തടയുക. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക. ഈ ഉത്തരവ് സാധാരണഗതിയിൽ പുറപ്പെടുവിക്കുന്നത് ഒരു ഉയർന്ന നീതിപീഠത്തിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ താഴെയുള്ള കോടതികൾ, ഹൈക്കോടതിക്കോ സുപ്രീം കോടതിയുടെ താഴെയുള്ള കോടതികൾ അതിന് പറഞ്ഞിട്ടുള്ള കേസുകൾ മാത്രം എടുത്താൽ മതി. അവരുടെ അധികാര പരിധിയിലുള്ള, അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് മാത്രം എടുത്താൽ മതി. ആ അധികാര പരിധിക്ക് പുറത്തുള്ള കേസുകൾ കൈകാര്യം ചെയ്യേണ്ട. അതായത് ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കുന്നത്. ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇങ്ങനെ ഒരു റിട്ട് പുറപ്പെടുവിക്കുന്നത്. റിട്ടിൻ്റെ പേര് പ്രൊഹിബിഷൻ എന്നാണ്. ഭരണ സംവിധാനങ്ങൾക്കെതിരെയോ സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയോ ലെജിസ്ലേറ്റീവ് ബോഡികൾക്കെതിരെയോ പ്രൊഹിബിഷൻ റിട്ട് നൽകൂല. നമുക്കെല്ലാവർക്കും അറിയാം. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് കീഴ്ക്കോടതികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അത് സ്വകാര്യ വ്യക്തികൾക്കോ ഭരണ സംവിധാനത്തിനോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ അതിനൊന്നും ഈ റിട്ട് കൊടുക്കാറില്ല. ലെജിസ്ലേറ്റീവ് ബോഡികൾക്കെതിരെ ഒന്നും കൊടുക്കൂല. അപ്പം ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കീഴ്ക്കോടതികൾ അതിന് അധികാര പരിധിയിലുള്ള കേസുകൾ മാത്രം പരിഗണിക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ഒരു വാക്കുണ്ടല്ലോ, അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു റിട്ടാണ് പ്രൊഹിബിഷൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമാക്കി വരുന്ന റിട്ട്. സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നർത്ഥം വരുന്ന ഒരു റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്ന റിട്ട്. ഒരു കേസ്
കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന ഒരു റിട്ടിനെയാണ് നമ്മൾ സെർഷ്യോററി എന്ന് പറയുക. സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നാണ്. നിയമം വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ അധികാരപരിധി ലംഘിച്ചുകൊണ്ട് ഒരു കേസ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിചാരണയ്ക്ക് വേണ്ടി കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ കഴിയും ഈ ഒരു റിട്ടിലൂടെ. കൃത്യമായി ശ്രദ്ധിക്കണം. അതായത് നിയമം വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ അധികാര പരിധി ലംഘിക്കുകയോ ചെയ്യുമ്പോൾ വിചാരണയ്ക്ക് വേണ്ടി കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ കഴിയും. അതാണ് സെർഷ്യോററി. പ്രൊഹിബിഷൻ മുൻകൂട്ടിയുള്ള നിരോധമാണെങ്കിൽ, പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. നിങ്ങൾ ആ കേസ് എടുക്കരുത്. എന്നാൽ അധികാര പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ടൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി. അവിടെ നിയമലംഘനം കൂടി നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും മേൽക്കോടതി റിട്ട് പുറപ്പെടുവിക്കും. ഏതാ? സെർഷ്യോററി. ഇതിനെ ഉടൻ തന്നെ ഈ കേസിനെ മേൽക്കോടതിയിലേക്ക് മാറ്റുക. പറഞ്ഞ മനസ്സിലായോ? പ്രൊഹിബിഷൻ മുൻകൂട്ടിയുള്ള നിരോധമാണെങ്കിൽ സെർഷ്യോററി ഒരു നിരോധനവും പരിഹാരക്രിയയുമാണ് എന്ന് പറയാം. ഈ വേർഡിങ്സ് എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. നല്ല നീറ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ഒരു ഡൗട്ടും വരത്തില്ല. മാസ്റ്റർ ക്ലാസ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു കാര്യത്തിലേക്ക് വരാം. ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. സെർഷ്യോററി എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. എന്നാൽ സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ എതിരെയൊന്നും ഇത് പറ്റത്തില്ല. സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾക്കെതിരെയും ലെജിസ്ലേറ്റീവ് ബോഡികൾക്കെതിരെയൊന്നും ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. വ്യക്തികളുടെ അവകാശങ്ങളെ ബാധിക്കുന്ന ഭരണതലത്തിലെ അധികാരങ്ങൾക്കെതിരെയും ഈ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുമെന്ന് 1991 സുപ്രീം കോർട്ട് അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും സെർഷ്യോററി റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. എന്നാൽ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ എതിരെ പറ്റത്തില്ല. വ്യക്തികളുടെ അവകാശങ്ങളെ ബാധിക്കുന്ന ഭരണതലത്തിലെ അധികാരങ്ങൾക്കെതിരെയും ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ, മൗലികാവകാശങ്ങളെ ബാധിക്കുന്ന ഭരണതലത്തിലുള്ള അധികാരികൾക്കെതിരെയും ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. ഭയങ്കരമാണ് റിട്ടിൻ്റെ പവർ റിട്ടിനേ ഉള്ളു. 5ാമത്തെ റിട്ടിൻ്റെ പേരാണ് ക്വോ വാറണ്ടോ. എന്തധികാരം എന്നാണ് ക്വോ വാറണ്ടോ അർത്ഥമാക്കുന്നത്? എന്തധികാരം? നിങ്ങൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ എന്തധികാരമാണുള്ളത്? ഓരോ റിട്ട് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു സ്ഥാനത്തിരിക്കാൻ നിങ്ങൾ യോഗ്യനല്ല. ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ അയോഗ്യനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ക്വോ വാറണ്ടോ എന്ന് പറയുന്ന ഉത്തരവെടുത്തങ്ങ് പ്രയോഗിക്കും. കാര്യം പിടികിട്ടിയല്ലോ. ഈ ഉത്തരവിലൂടെ ഔദ്യോഗിക സ്ഥാനത്ത് പ്രസ്തുത വ്യക്തിയെ ഒരു കാരണവശാലും ഇരിക്കാൻ അനുവദിക്കില്ല, അവിടെ നിന്ന് നീക്കം ചെയ്യും. ഒരു വ്യക്തിയുടെ അവകാശവാദത്തിൻ്റെ നിയമസാധ്യത വിശദമാക്കാനാണ് ക്വോ വാറണ്ടോ പുറപ്പെടുവിക്കുന്നത്. ക്വോ വാറണ്ടോ ഓക്കെ, നിയമാനുസൃതമായി രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഭരണഘടനാപരമായി രൂപീകരിക്കപ്പെട്ട സ്ഥിര സ്വഭാവമുള്ള ഒരു പൊതു ഓഫീസറിനെതിരെ മാത്രമേ ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയൂ. നിയമാനുസൃതമായി രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടിരിക്കുന്ന ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഒരു അധികാരവും ഇല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയൂ. അത് മന്ത്രിതല ഓഫീസിനെതിരെയോ സ്വകാര്യ ഓഫീസിനെതിരെയോ ഒന്നും ഈ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റൂല. അത് നിയമാനുസൃതമായി രൂപീകരിക്കും അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട്, അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, അവർക്കെതിരെ മാത്രമേ ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയൂ. നമ്മൾ നേരത്തെ പറഞ്ഞ 4 റിട്ടുകളിലും നീതി നിഷേധിക്കപ്പെട്ട പൗരന് ഈ റിട്ടുകൾക്ക് വേണ്ടിയിട്ട് അനുമതി തേടാം. പക്ഷേ ഈ 5ാമത് നമ്മൾ ഈ പറയുന്ന ഈ ക്വോ വാറണ്ടോയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ട പൗരൻ തന്നെ ഇങ്ങനൊരു റിട്ടിന് വേണ്ടി അനുമതി തേടണമെന്നില്ല. പകരം പൊതു താല്പര്യമുള്ള ഏതൊരു പൗരനും ക്വോ വാറണ്ടോ ആവശ്യപ്പെടാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് ക്വോ വാറണ്ടോ എന്ന് പറയുന്ന റിട്ട്. നിങ്ങൾ നൽകുന്ന ഓരോ കമൻറ്റുകളുമാണ് എനിക്ക് ഓരോ വീഡിയോകളും ഇടാനുള്ള ഒരു എനർജി തരുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അഭിപ്രായം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. വളരെ വിഷമമുണ്ട്. കാരണം നിങ്ങൾ കൃത്യമായി ഇതിനകത്തൊരു അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ
അത് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ കഴിയും. മാത്സിൻ്റെ ക്ലാസ് ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.